മഴ തോരും മുമ്പേ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീനെ തിരക്കി എല്ലാവരും നോക്കി നടക്കുകയാണ്. കൃഷ്ണയാണെങ്കിലും കരയുകയാണ്. എന്നാലും ചേച്ചി ഇവിടെ പോയി എന്ന് പറഞ്ഞ് ബാലചന്ദ്രനും അതുപോലെ തന്നെ രണ്ടുപേരും കാറിൽ കൂടെ വഴിയോരത്തെല്ലാം നോക്കി നടക്കുകയാണ്. എവിടെ പോയി, എന്ത് ചെയ്യുന്നു, അതോ വീട്ടിൽ നിന്ന് പോയോ, ഒന്നും അറിയാൻ പറ്റില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ നേരത്തെ എല്ലാവരും ഇറക്കി വിട്ടതല്ലേ, അതുകൊണ്ട് സ്വന്തമായിട്ട് ഇപ്പോൾ തീരുമാനം എടുത്ത് പോയെന്നോ ഒന്നും അറിയില്ല എന്നും പറയുന്നുണ്ട് കൃഷ്ണ. എന്തായാലും ചേച്ചി നമുക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് ബാലചന്ദ്രൻ അടുത്ത് കൃഷ്ണ പറയുന്നുണ്ട്. ആ മോള് പേടിക്കണ്ട, എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാം, അവൾ വേറെയിടം പോകാൻ സമയമായില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ മനു വിളിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ തിരക്കുന്നുണ്ട് അങ്കിൾ, ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അവരൊന്നും മറുപടി പറയുന്നില്ല. ഞാൻ ചോദിക്കുന്ന രീതിയിൽ തന്നെ എല്ലാം ചോദിച്ചു, പക്ഷേ ഒരക്ഷരമൊന്നും മിണ്ടിയില്ല. അവൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. എന്നാലും എനിക്കൊരു ചെറിയ സംശയമുണ്ട്, ഇതിൽ ഏറ്റവും കൂടുതൽ അവർ തന്നെയാണ് കാരണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കും തോന്നിയ കാര്യമാണ്, അവരല്ലാതെ ഭയപ്പെടുത്താൻ ആരും നോക്കില്ല അലീനയെ. വൈജയന്തിക്ക് വേണ്ടി അവരല്ലേ എല്ലാത്തിനും മുന്നിട്ടിറങ്ങുന്നത്, അതുപോലെ തന്നെ ഈ കാര്യത്തിലും അങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്തായാലും അന്വേഷിക്കട്ടെ, നമുക്ക് നോക്കാം എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അലീനയാണെങ്കിൽ അവിടെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ എന്താ ഒന്നും അറിയാൻ പറ്റാത്ത രീതിയിലാണ് വൈജയന്തി നോക്കിക്കൊണ്ടിരുന്നത്. കാര്യം എന്തെന്നാൽ അവരാണ് എല്ലാത്തിനും കാരണമായതും, എന്നാൽ ഇപ്പം തന്നെ നോക്കാൻ വേണ്ടി അവളേ ഉള്ളൂ എന്നുള്ള ബോധ്യവും മനസ്സിലുണ്ടാകുന്നുണ്ട് വൈജയന്തിക്ക്. എന്നാൽ ഒരു ഞെട്ടലോടെ നോക്കിയിരിക്കുക അലീനയെ. എന്നാൽ ആ സമയത്ത് എല്ലാവരും പറയുന്നത് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. നേഴ്സുമാർ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേട്ട് അമ്പരന്നിരിക്കുക വൈജയന്തി. എന്താണെന്ന് അവർക്കറിയില്ലല്ലോ എന്നും ചിന്തിക്കുന്നുണ്ട്. എന്നാൽ വൈജയന്തിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്ന അവസ്ഥ ആരും പ്രതീക്ഷിച്ചതല്ല. ഗംഗാധരൻ പറയുന്നുണ്ട്, എന്തായാലും അലീന ഒരിടം പോവാൻ തോന്നുന്നില്ല. എന്നാൽ പോയത് എവിടെയെന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്കൊന്നും അറിയാമെന്ന് വിചാരിക്കുന്നു, തനിക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എന്ന് ഗംഗാധരൻ്റെ അടുത്ത് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും താൻ ആ വഴിക്കൊന്ന് അന്വേഷിക്കുക, എന്തായാലും നമുക്ക് കാണാൻ പറ്റും തന്നെ തോന്നുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. കാണാൻ പറ്റും, നീ പേടിക്കുകയൊന്നും വേണ്ട, എല്ലാം നമുക്ക് ശരിയാക്കാം എന്ന് ഗംഗാധരൻ പറയുന്നുണ്ട്. മനുവാണെങ്കിൽ ആകെ വിഷമത്തിലാണ്, എന്താണെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുകയാണ്. കൃഷ്ണയും അതുപോലെ തന്നെയാണ്. എന്തായാലും അവർ തിരക്കി നടക്കുകയല്ലേ, കണ്ടുപിടിക്കും എന്നുള്ള ഉറപ്പിലാണ് ബാലചന്ദ്രന്. എന്നാൽ അലീനയോടുള്ള ആ ഒരു ദേഷ്യം വൈജയന്തിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. എന്നാലും എന്തായാലും കാണാം എന്നുള്ള ഒരു ഉറപ്പ് മാത്രമേ ഉള്ളൂ. അലീനയാണെങ്കിൽ എന്തൊന്ന് ചെയ്താലും, എന്തും തെറ്റ് ചെയ്തിരുന്നാലും ആരും ഒന്നും പറയാൻ നിൽക്കുകയില്ല. രാജീവും ശിവനാണെങ്കിൽ എല്ലാവരും നോട്ടപ്പുള്ളിയായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. കാര്യം എന്തെന്നാൽ അവർ തന്നെ എല്ലാത്തിനും കാരണമെന്ന് അറിയാമല്ലോ. അങ്ങനെ ബാലചന്ദ്രൻ അവരെ നോക്കി പോവുകയാണ്, റൂമിലോട്ട് പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അലീന എവിടെയാണെന്ന് അന്വേഷിക്കുന്നു. അലീനയോ, നിൻ്റെ മോളെ ഞങ്ങളുടെ അടുത്താണോ ചോദിക്കുന്നത്? നിനക്കല്ലേ അറിയുള്ളൂ, ഈ അവസ്ഥയിൽ അവളെ ആക്കിയതും പോരാ, ഇനിയിപ്പോൾ അലീനയും ചോദിച്ച് ഞങ്ങളുടെ അടുത്ത് വരുന്നോ? നീ ആരാ ഞങ്ങളുടെ അടുത്ത് അലീനയെ ചോദിക്കാൻ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. എന്തായാലും തങ്ങൾക്ക് ഉണ്ടല്ലോ മക്കൾ, അതുപോലെ തന്നെ എനിക്കും ഉണ്ട് മക്കൾ, അതുപോലെ തന്നെ വൈജയന്തിക്കും ഉണ്ടല്ലോ മക്കൾ. ഇപ്പം മനസ്സിലായോ ഞാൻ പറയുന്നതിൻ്റെ പൊരുൾ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ പറയുന്നത്. എന്തായിരുന്നാലും എല്ലാവർക്കും മക്കളുണ്ട്, അത് ശരി തന്നെയാണ്. എന്നാൽ നീ പറയുന്ന ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവർക്കും മക്കൾക്ക് ദുഃഖമുണ്ടാകുമ്പോഴത്തേക്കും എല്ലാവർക്കും വിഷമമാവും, അവരെ കാണാതാവുമ്പോഴത്തേക്കും. അതുപോലുള്ള വിഷമം ഞാനും മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ സുഖമില്ലാത്തത് കാരണം വൈജയന്തിക്ക് അത് മനസ്സിലാകില്ല എന്നും പറയുന്നുണ്ട്. വൈജയന്തിയുടെ കാര്യം എന്തിനാണ് വിളിക്കുന്നത്, നിൻ്റെ മകളെ കാര്യം പറയുമ്പോഴത്തേക്കും എന്ന് ചോദിക്കുന്നുണ്ട് രാജീവ്. എൻ്റെ മകളോ? എൻ്റെ മകളൊന്നുമല്ല അലീന ആരുടെ മകളാണെന്ന് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. എനിക്കോ? ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്നൊരു വിഡ്ഢിയാക്കി ഇത്രയും വർഷം അവളെ ഭർത്താവായിട്ട് വാഴിക്കുകയായിരുന്നില്ലേ നിങ്ങളും? അതുപോലെ തന്നെ ഒന്നും അറിയാത്തതുപോലെ എൻ്റെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നില്ലേ എൻ്റെ ഭാര്യ? ഇപ്പോൾ ആരും അറിയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചോ? എന്നാൽ ഞാനൊരു സത്യം പറയാം, നിങ്ങളൊക്കെ പിടിച്ചു വച്ചിരിക്കുന്ന ആ അലീനയാണ് വൈജയന്തിയുടെ മകൾ. ആ സത്യം അറിഞ്ഞപ്പോൾ ഞെട്ടലോടെ ഇരിക്കുകയാണ് രാജീവനും ശിവനും. എന്നിട്ട് ഒരക്ഷരം മിണ്ടുന്നില്ല, എന്താ അവൻ പറയുന്നത് എന്ന് പോലും മനസ്സിലാക്കാതെ അലീനയെ എങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കാതെ അവർ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുക രാജീവനും ശിവനും. ഇവരെങ്ങനെ അറിഞ്ഞു എന്നും ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ളവരെല്ലാവരും
ഒരുത്തനെ നോക്കുന്നുണ്ട്.